സാർ, ഈ ഉത്തരാഖണ്ഡില് അനധികൃത മദ്രസകളൊക്കെ പൂട്ടുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അതായത് ഡെറാഡൂണിൽ കഴിഞ്ഞ ദിവസം 11 പൂട്ടി, വികാസ് നഗറിൽ 9 പൂട്ടി. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലെ എല്ലാ ജില്ലയിലും ഈ കണക്കെടുത്തു, ഒരു ടീമിനെ വെച്ചിട്ട് പരിശോധിപ്പിച്ചു. എന്നിട്ട് ഈ വിദ്യാഭ്യാസ വകുപ്പിലോ മദ്രസ ബോർഡിലോ രജിസ്റ്റർ ചെയ്യാത്ത മദ്രസകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുസ്ലിം സംഘടനകൾ പ്രതിഷേധിക്കുന്നുമുണ്ട്. ഇത് ഈ പല സ്ഥലത്തും, ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ എടുത്താലും ബംഗ്ലാദേശ് എടുത്താലും ഒക്കെ മദ്രസകൾ 2 തരത്തിലാണ് പ്രവർത്തിക്കുക. കുറെ മദ്രസകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ രജിസ്റ്റർ ചെയ്യാത്തതും ഒക്കെ കാണും. അതെന്താന്ന് വെച്ചാൽ ഈ ഉത്തർപ്രദേശിൽ ദിയോബന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മദ്രസ ഉണ്ടല്ലോ, ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന മദ്രസ. അവരുടെ സിലബസ് വെച്ചിട്ട് പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ടാവും. ആ മദ്രസകൾ രജിസ്റ്റർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രസ ബോർഡിന്റെ കീഴിലോ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലോ ഉള്ള മദ്രസകള് ആ സംസ്ഥാനത്തെ സിലബസ് ഉണ്ടല്ലോ അത് പിന്തുടരണം എന്ന് നിയമമുണ്ട്. പക്ഷെ ദിയോബന്ദിന്റെ ഒക്കെ സിലബസ് സ്വീകരിക്കുന്നവർ അങ്ങനെ അല്ലല്ലോ. അതാണ് ഈ രജിസ്റ്റർ ചെയ്യാത്ത മദ്രസകൾ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ദിയോബന്ദിന്റെ ആശയമൊക്കെ പിന്തുടരുന്ന ആളുകളാണ് ഈ തീവ്രവാദി ആശയമൊക്കെ ആയിട്ട് വരുന്നത്. ഈ ഫത്വ, ഊരുവിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്ത്യയില് ഇസ്ലാം ഭരണം വേണം എന്നൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഈ ദിയോബന്ദിൽ നിന്നുള്ള ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്നത്. അവരുടെ സിലബസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ 2 തരം മദ്രസകള് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ആ ദിയോബന്ദി എന്ന് പറയുന്ന മദ്രസകളൊക്കെയാണ് ഈ പൂട്ടിപ്പോകുന്നതെന്ന് വേണം കരുതാൻ. അപ്പൊ മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ഈ പൂട്ടുന്നത്. ജനുവരിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിന്റെ ഒരു പരിശോധന തകൃതിയായിട്ട് നടന്നിരുന്നു. വെരിഫിക്കേഷൻ എത്രയുണ്ട്, എങ്ങനെയുണ്ട്, ഏതിനൊക്കെ അനുവാദമുണ്ട് എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ഡെറാഡൂൺ ജില്ലാ മജിസ്ട്രേറ്റ് ഡെറാഡൂണിൽ ഈ 16 അൺരജിസ്റ്റേർഡ്, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി. 8 രജിസ്റ്റർ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തതിന്റെ എണ്ണം കുറവ്, രജിസ്റ്റർ ചെയ്യാത്തതാണ് കൂടുതലുള്ളത്. ഡെറാഡൂൺ ആണല്ലോ ഉത്തരാഖണ്ഡിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ 16 രജിസ്റ്റർ ചെയ്യാത്ത മദ്രസ, 8 രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അത് പൂട്ടണമല്ലോ. വികാസ് നഗറിലാണെങ്കിൽ 34 രജിസ്റ്റർ ചെയ്യാത്തത്, 27 രജിസ്റ്റർ ചെയ്തത്. ദോയിവാളയില് 1 മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്, 6 രജിസ്റ്റർ ചെയ്യാത്തത്. കൽസിയിൽ 1 രജിസ്റ്റർ ചെയ്യാത്തത്. അപ്പൊ വികാസ് നഗറിൽ ഇപ്പൊ 9 പൂട്ടി, ഡെറാഡൂണിൽ 11 പൂട്ടി. ബാക്കിയും കൂടി പൂട്ടും. പരിശോധനകൾ ഇങ്ങനെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. ഈ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, റവന്യൂ വകുപ്പുകളിൽ നിന്നുള്ള അംഗങ്ങൾ, പോലീസിൽ നിന്നുള്ളവര്, അങ്ങനൊരു ടീമാണ് ഈ പരിശോധനകളൊക്കെ നടത്തിയത്. വികാസ് നഗറിൽ 20 ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിശോധനയ്ക്ക് ശേഷം ചിലത് രജിസ്റ്റർ ചെയ്യാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഫെബ്രുവരി 28 ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 വ്യാപകമായ റെയ്ഡുകൾ നടന്നിരുന്നു. അപ്പോ ഡെറാഡൂൺ ജില്ലയിൽ 57 ജില്ലയിൽ മൊത്തം 57 അനധികൃതമായിട്ടുണ്ട് എന്ന് പരിശോധനയിൽ കണ്ടു. പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇവയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനും തുറക്കാനും ഒക്കെ എവിടെ നിന്നാണ് പണം കിട്ടുന്നത്, പണത്തിന്റെ ഉറവിടം, സാമ്പത്തിക സോഴ്സ് ഏതാണ്, ഇതൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. രാജ്യാന്തര സംഘങ്ങളുണ്ടോ ഇതിന്റെ പിന്നിൽ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മുസ്ലിം ഗ്രൂപ്പുകൾ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ഇങ്ങനെ പൂട്ടുന്നതിൽ. മുസ്ലിം സേവാ സംഘടന
പ്രസിഡന്റ് നയീം ഖുറേഷി പറഞ്ഞു. അതിന്റെ പേര് നോക്കും, മുസ്ലിം സേവാ സംഘടന. അതിന്റെ പ്രസിഡന്റ് നയീം ഖുറേഷി പറഞ്ഞിരിക്കുന്നു, അംഗീകാരമൊന്നും മദ്രസയ്ക്ക് ആവശ്യമില്ല, അല്ലാതെ പ്രവർത്തിക്കാം. അത് ശരി. പൂട്ടിയത് നിയമലംഘനമാണ്, നോട്ടീസ് ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഈ മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച കലക്ട്രേറ്റിന്റെ മുമ്പിൽ ഇവർ പ്രതിഷേധം നടത്തിയിരുന്നു. വേറെ ഓഫീസുകളുടെ മുമ്പിലൊക്കെ പ്രതിഷേധം പ്ലാൻ ചെയ്യുന്നുണ്ട്. 13 ജില്ല ആണ് ഉത്തരാഖണ്ഡിലുള്ളത്. എല്ലാ ജില്ലയിലും പരിശോധന നടന്നു. രജിസ്റ്റർ ചെയ്ത ഒക്കെ മദ്രസ ബോർഡ് ഉണ്ട് അവിടെ. മദ്രസ ബോർഡാണ് പരീക്ഷയൊക്കെ നടത്തുക. പരീക്ഷ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ +1 +2 തുല്യമായിട്ട് ആ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സിലബസ് ഇവർക്ക് ഇവരുടെ മതപഠനം ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാം. ഖുർആനും ഒക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം. പക്ഷെ സിലബസ് +1 +2 ആയിരിക്കണം. അതാണ് മദ്രസ ബോർഡിന്റെ തീരുമാനം. അങ്ങനെ അല്ലാത്തവ, ഈ മദ്രസ ബോർഡിന്റെ കീഴിലല്ലാത്തവ ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലുമ 1, ദാറുൽ ഉലൂം ദിയോബന്ദ് ഉത്തർപ്രദേശ് പറഞ്ഞല്ലോ. ഇങ്ങനെ ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ, അല്ലെങ്കിൽ ദാറുൽ ഉലൂം ദിയോബന്ദ്, ഈ 2 എണ്ണത്തിന്റെ സിലബസ് ആണ് ഉപയോഗിക്കുക. അങ്ങനെ സിലബസ് ഉപയോഗിക്കുന്നവര് ഈ +1 +2 വേണ്ടി നിലകൊള്ളുന്നവരല്ല. അവർ ഈ മതം മാത്രമാണ്. മതം തീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡ് ചെയർമാൻ മുഫ്തി ഷമം ഖുറേഷി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഉത്തരാഖണ്ഡ് സർക്കാർ തന്നെ വെക്കുന്നതാണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടികൾ മുഖ്യധാരയിൽ വരട്ടെ. ഫെബ്രുവരി 28 മുതൽ 88 അപേക്ഷയിൽ 51 എണ്ണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പഠനം ആധുനികമാകണം. ഇത്തരം മദ്രസകൾ ആധുനികമാകണം. NCERT സിലബസ് അനുസരിച്ച് വേണം ഇവർ പഠിപ്പിക്കാൻ. സംസ്കൃതവും ഒരു ഓപ്ഷനായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ 2ാം ഭാഷയായിട്ട് സംസ്കൃതം ഉണ്ട് ഉത്തരാഖണ്ഡില്. ദേവഭൂമിയാണ്, ഹിമാലയത്തിന്റെ താഴ്വാരത്തിലാണ്. സംസ്കൃതവും ഇവര് ഓപ്ഷനായിട്ട് സ്വീകരിക്കണം 2ാം ഭാഷയായിട്ട്. മറ്റുള്ളവരുടെ സംസ്കാരവും പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഈ ഉത്തരാഖണ്ഡിൽ മദ്രസകൾ പൂട്ടിയതിനെ പറ്റിയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഈ ഒരു ഇസ്ലാമിക അജണ്ട ഇപ്പൊ നടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഈ ചെറിയ സംസ്ഥാനങ്ങളുണ്ടല്ലോ ഇന്ത്യയില്, പ്രത്യേകിച്ച് ഈ ഹിമാലയ സാനുക്കളിലൊക്കെ വരുന്ന ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ ഇപ്പൊ പഞ്ചാബ്, ഈ ചെറിയ സംസ്ഥാനങ്ങളിലാവുമ്പോ ചെറിയ നിയമസഭ കുറച്ച് എണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ ഈ ജനസംഖ്യ മാറ്റുക, ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യുക. ജനസംഖ്യയിൽ കൂടുതൽ കുടിയേറ്റം വഴിയോ അല്ലാതെയോ ഒക്കെ ഈ മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുക, എന്നിട്ട് അവരുടെ MLA-മാരെ കൂടുതൽ സമ്പാദിക്കുക, വർദ്ധിപ്പിക്കുക. അങ്ങനെ നിയമസഭയിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ ചെറിയ സംസ്ഥാനങ്ങളിലെ ഭരണം പിടിക്കുക. ഇങ്ങനൊരു അജണ്ട ഇപ്പൊ നടപ്പാക്കി വരുന്നുണ്ട് ഈ ചെറിയ സംസ്ഥാനങ്ങളിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നമ്മളിവിടെ ചെയ്തു. അതെന്താന്ന് വെച്ചാല്, ഉത്തരാഖണ്ഡില് അനധികൃത ഈ മസറുകൾ എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങൾ, ഈ ഇസ്ലാമിക ശവകുടീരങ്ങൾ അതും അനധികൃതമായിട്ട് പൊന്തി വരുന്നു. 1000-ഓളം എണ്ണം വരുന്നത് ഈ ഹരിദ്വാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വരുന്നത്. മസർ എന്ന് പറഞ്ഞാൽ ഈ സൂഫി സന്യാസിമാരൊക്കെ ഇല്ലേ, വിശുദ്ധന്മാര്, ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ ശവകുടീരങ്ങളാണ്. അല്ലാതെ ഇന്നിപ്പോ ഒരു മസർ ഉണ്ടാകുമൊന്നുമില്ല. കുറച്ച് പുരാതനവും പ്രാചീനവും ഒക്കെ ആയിരിക്കും. ഇത് പണ്ടേ ഉള്ളതാണെന്നുള്ള മട്ടിലാണ് ഈ അനധികൃതമായിട്ട് വരുന്നത്. ഇത് പരിശോധിക്കുമ്പോ ഇതിന്റെ അടിയില് എല്ലിൻ കഷ്ണോ മനുഷ്യന്റെ അവശിഷ്ടോ ഒന്നുമില്ല എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കാണുന്ന മസറുകൾ പൊന്തി വന്നിട്ടുള്ളതൊക്കെ അവിടെ പ്രതിരോധ വകുപ്പിന്റെ ഭൂമികളിലാണ്. പട്ടാള താവളങ്ങളൊക്കെയുള്ള ഈ കുറച്ച് വനപ്രദേശവും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡിഫൻസ് എസ്റ്റേറ്റ് എന്ന് പറയും. നമ്മുടെ കേന്ദ്ര
പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ് കീഴിലാണ്. ഈ ആർമി സ്കൂളുകൾ, ഓ. പിന്നെ പട്ടാള താവളങ്ങൾ, ക്യാമ്പുകൾ, ഇതൊക്കെ ഡിഫൻസ് എസ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ഭൂമികളിൽ ധാരാളമായിട്ട് ഉത്തരാഖണ്ഡിൽ മസറുകൾ പൊന്തി വരാൻ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ. അതും ഇപ്പോ കുറെ എണ്ണം എടുത്ത് കളയുന്നുണ്ട്. 2023 ഏതാണ്ട് 1000 മസറുകൾ ഇങ്ങനെ പൊന്തി വന്നിരുന്നു. ഒരുപാട് പൊന്തി വന്നിരുന്നു. അതിൽ കുറെയൊക്കെ കളഞ്ഞു. ഇപ്പൊ വീണ്ടും ഇതിങ്ങനെ തുടങ്ങി ഹരിദ്വാർ പോലുള്ള സ്ഥലങ്ങള്, പിന്നെ ഈ ഡിഫൻസ് മേഖലകളിലും ഒക്കെ. സാർ, ഇത് ഈ ഭൂമി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല കാര്യമായിരിക്കും? വഖഫ് അത് ഇങ്ങനെ ചെയ്ത ശേഷം ഈ മസർ കൊണ്ടുപോയിട്ട് വഖഫിൽ രജിസ്റ്റർ ചെയ്യാണ്. അതാണ് പരിപാടി. അനധികൃതമായിട്ട് ഇങ്ങനെ വന്നു. ഇത് പ്രാചീനമാണ്, വഖഫ് ഭൂമിയാണ്, ഇത് നമ്മുടെ ഡിഫൻസിന്റെ ഭൂമിയാണ്, ഇത് പട്ടാളത്തിന്റെ, അത് വഖഫ് ഭൂമിയാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇസ്ലാമിക അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം വന്നത്. ഈ മദ്രസകൾ ഇങ്ങനെ അനധികൃതമായിട്ട്. ഇത് നേരത്തെ ഈ കോൺഗ്രസ് സർക്കാരിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലൊക്കെ വളരെ വിപുലമായിട്ട് നടപ്പാക്കിയതാണ്. ഇങ്ങനെ മദ്രസകള് വരുമ്പോ അവിടെ പഠിപ്പിക്കുന്നവർക്ക് മദ്രസ ബോർഡിലൊക്കെ രജിസ്റ്റർ ചെയ്ത് പഠിപ്പിക്കുന്ന ആളുകൾക്ക് പകുതി പണം കേന്ദ്രം ന്യൂനപക്ഷ വകുപ്പിൽ നിന്ന് കൊടുക്കും, പകുതി സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് കൊടുക്കുക. ഇങ്ങനെ ഉത്തർപ്രദേശില് മദ്രസകൾ പൊന്താൻ തുടങ്ങി. മിക്കവാറും വീടുകളിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. ഭാര്യയും ഭർത്താവും എല്ലാം കൂടിയിട്ട് മതപഠനം, ഈ കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയും ഭർത്താവും ഒക്കെ തന്നെയാണ് അധ്യാപകരായിട്ട് വരിക. ഈ കൊടുക്കുന്ന പണം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ. അപ്പോ ഈ യോഗി സർക്കാർ വന്നു കഴിഞ്ഞപ്പോ ഈ സർക്കാർ കൊടുക്കുന്ന പണം ഉണ്ടല്ലോ അത് നിർത്തി. ഇങ്ങനെ ഒരു പ്രത്യേക പദ്ധതി കോൺഗ്രസിന്റെ കാലത്ത് നടപ്പാക്കിയിരുന്നു. ഈ സ്മൃതി ഇറാനിയും ഒക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും ഇത് തുടർന്ന് വന്നു. പിന്നെ കേന്ദ്രവും ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇങ്ങനെയും മദ്രസകള് കോൺഗ്രസിന്റെ പോഷണം വഴി നടന്നിട്ടുണ്ട്, ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുമൊക്കെ ഇപ്പൊ നിർത്തിക്കൊണ്ട് വരികയാണ്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.